ശബരിമലയിലുള്ളത് മലദൈവങ്ങളാണ്. എല്ലാ മലദൈവങ്ങളാണ്. പിന്നെ അതിന് ശേഷം വന്ന ചരിത്ര പുരുഷന്മാർ, ദൈവസങ്കല്പം ചാത്തിൻ്റെയും നീലിയുടെയും, നീലിമല. അധികാരം ഇയാൾക്ക് കൊടുക്കേണ്ടി വരും, രാജരാജനെ മാറ്റേണ്ടി വരുമെന്ന് എഴുതിയിട്ട് ഇയാളെ വധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അയ്യപ്പനൊരു ബാധയായിട്ട് ഇവരെ പ്രതികാരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് കർമ്മികളെ കൊണ്ട്. പക്ഷെ അവിടെ ശക്തിയില്ലെന്ന് പറയാൻ പറ്റും. ശക്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പോകണം ഇപ്പോഴത്തെ ലെവലിൽ അവിടുത്തെ ശക്തി എന്നാൽ ശ്രീകോവിലാണ്. ആ പ്രേതം തന്നെ പറയും, ആ പ്രേതത്തിൻ്റെതായിരിക്കുന്ന ആ ചൈതന്യവും മലദൈവങ്ങളുടെ ചൈതന്യവും മാത്രമാണ്. അല്ലാണ്ട് ഇവിടുത്തെ ഈ പറഞ്ഞ തന്ത്രിമാരോ പൂജാരിമാരോ. തമിഴ്നാടും കേരളവും ഒക്കെ പരുത്തി വ്യാപാരം നടത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ശബരിമല. വലിയ വണിക കേന്ദ്രമല്ല. അപ്പം കണക്ട് ചെയ്യുമ്പോൾ ഭൂമിശാസ്ത്രപരമായത് കണക്ട് ആവുന്നുണ്ട്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്നത്തെ മഹാചണ്ഡാള ബാബാജിയാണ്. ബാബാജി നമസ്തേ. കഴിഞ്ഞ തവണ ഓഫീസിലെത്തിയപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പൊക്കെ ആശ്രമങ്ങളിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. ബാബാജി, ശബരിമല സീസണാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളും കള്ളത്തരങ്ങളും കപടത്തരങ്ങളും സത്യസന്ധതയും ഭക്തിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ പോവുകയാണ്. ശബരിമലയിലുള്ളത് ചാത്തനാണോ ശാസ്താവാണോ അല്ലെങ്കിൽ രണ്ടും ഒന്നാണോ എന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും പലരുടെയും മനസ്സിൽ ബാക്കി കിടക്കുന്നു. മലബാര സമ്പ്രദായത്തിൽ അതിൻ്റെ മഹത്വങ്ങൾ അങ്ങ് എപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ അങ്ങയുടെ ക്ലാസ്സുകളിലൂടെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ എന്താണ് ശബരിമലയുടെ യഥാർത്ഥ ശക്തി? എന്താണ് അത്? നമ്മൾ എപ്പോഴായാലും പറയുന്നൊരു കാര്യമാണ്, ശബരിമലയിലുള്ളത് മലദൈവങ്ങളാണ്. അത് എല്ലാ മലദൈവങ്ങളാണ്. പിന്നെ അതിന് ശേഷം വന്ന ചരിത്ര പുരുഷന്മാരും, ഇപ്പോൾ മണികണ്ഠനൊക്കെ അടുത്ത ഇത്രയും തുടങ്ങുന്ന ചരിത്ര പുരുഷന്മാരുമാണ് പിന്നീടുള്ളത്. ദൈവസങ്കല്പം ചാത്തിൻ്റെയും നീലിയുടെയും, നീലിമല ഇല്ലേ, നീലിയുടെയാണ്. അതിൻ്റെ ആരാധനാക്രമങ്ങളും ഈ മലബാർ സങ്കല്പത്തിലാണ്. ഇത് അംഗീകരിക്കാത്ത ഒരേ ഒരു വിഭാഗമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് അവിടുത്തെ തന്ത്രിമാർ മാത്രമാണ്. തന്ത്രിമാരിപ്പോഴും കടലിൽ കടന്നു വന്ന താഴമൺ പാരമ്പര്യം പരശുരാമൻ്റെ കഥയൊക്കെ പറയുന്നു എന്നല്ലാണ്ട് 98 വർഷങ്ങൾക്ക് മുമ്പാണോ പരശുരാമൻ ഉണ്ടായതെന്നൊരു ചോദ്യം അവിടെ ബാക്കിയാവും. ബാബാജിയോടല്ല ചോദിക്കേണ്ടത്, അവരെ ആരെങ്കിലും കിട്ടിയാൽ ഞാൻ ചോദിക്കാൻ ബാക്കി വെച്ചിരിക്കുന്ന ചരിത്ര രേഖകളടക്കം ചോദിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ല, അതാണ് അവരും ചോദ്യം ചെയ്യപ്പെടണം. കാരണം അവർ ഈ പറഞ്ഞ അവകാശവാദങ്ങൾ യുക്തിക്കും ചരിത്രത്തിനും നിരക്കാത്തതാണ്. അപ്പം അവിടെ യഥാർത്ഥത്തിൽ അല്ലാതെ എല്ലാവരെ സംബന്ധിച്ചും പന്തളം കൊട്ടാരക്കാർ പോലും ചിലപ്പോൾ പറയും മലയന്മാർക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാകുന്നില്ല. അപ്പം ആ അതാണ് അതുകൊണ്ട് നമ്മളും തന്നെ പറയാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഇവരൊക്കെ എന്താ വെച്ചാൽ ഇവരുടെ അവകാശം മാത്രം പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ള കുറുപ്പന്മാർ കുറേയൊക്കെ അതിനെ അംഗീകരിക്കുന്ന ആളുകളാണ്. കാരണം അവർക്കത് നിഷേധിക്കേണ്ട ഒരു ആവശ്യമില്ല. മറ്റുള്ളവരങ്ങനെയല്ല. മറ്റുള്ളവർ ഇത് അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടേതായിരിക്കുന്ന ആ പ്രഭാവിത്വം ഇല്ലാണ്ടാകും. അവർ പിന്നീട് വന്നവരാണെന്ന ധാരണ വരും. അപ്പോൾ സോട്ട് അതിനെ ചെറുക്കേണ്ട ഒരു ആവശ്യം അവർക്കുണ്ട്. അതല്ലെങ്കിൽ എന്താണ് ആത്യന്തികമായിട്ട് അവിടെയുള്ളത് ആ മലദൈവ സങ്കല്പം, മലദൈവ ആരാധനകളുമാണ്, മലക്കൾട്ടാണ്. ഇത് മനസ്സിലാകാൻ നമ്മൾ പോകുന്നത് അയ്യപ്പ ഭക്തരെല്ലാവരും ഈ ശിവരാത്രിക്ക് അട്ടപ്പാടിയിലേക്ക് വരിക. അട്ടപ്പാടിയിൽ നമ്മുടെ മക്കൾ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇരുള വിഭാഗക്കാർ, മുടുക വിഭാഗക്കാർ, 2 വിഭാഗക്കാർ, കുറുമ്പാൻ്റെ ഒരു വിഭാഗമുണ്ട്, അവർക്ക് ഇതിൽ പങ്കില്ല. അപ്പോൾ മുടുക അതുപോലെ തന്നെ ഈ ഇരുള വിഭാഗക്കാർ ചേർന്നിട്ട് അവിടെ മലീശൻ അത് മല്ലീശനായി വേഷം ശിവലിംഗം പോലെയൊക്കെയാണ്. എന്നാൽ പോലും ശിവനായിട്ട് പറഞ്ഞാൽ പോലും നമുക്ക് വിരോധമില്ല. അങ്ങനെ ആ പറയുന്ന അമ്പലവുമായി ബന്ധപ്പെട്ട് കാവുമായി ബന്ധപ്പെട്ട് വിളക്ക് തെളിയിക്കുന്നൊരു ഉത്സവമുണ്ട്. 41 ദിവസം വീടിറങ്ങി പുഴവക്കത്ത് ടെൻ്റടിച്ച് അവിടെ എന്താ വെച്ചാൽ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവർ പണിക്ക് പോയി അവിടെ ഇരുന്നിട്ട് കഞ്ഞി വെച്ച് കുടിക്കുന്ന വീടുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ വ്രതമെടുത്തവർ മല കയറി വിളക്ക് തെളിയിക്കുന്നൊരു മഹോത്സവമാണ് ശിവരാത്രിക്ക്. അതുകൊണ്ട് എന്താ പറയുക, ഇനി വരാൻ പോകുന്ന ശിവരാത്രിക്ക് നമ്മൾ കേരളത്തിൽ മാത്രമല്ല എല്ലാവരും, പ്രത്യേകിച്ച് വിശിഷ്ട കേരളത്തിലെ ഓരോ ആളുകളോടും നമ്മൾ ജാതി മുതൽ ലിംഗ ഭേദമില്ല എല്ലാവരും പറയുകയാണ്, അട്ടപ്പാടിയിലെ നമ്മുടെ മക്കളുടെ ആ ജീവരാത്രി അല്ലെങ്കിൽ ആ ശിവരാത്രി ആഘോഷം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ വിളക്ക് തെളിയിക്കലും ഈ മലദൈവ സങ്കല്പങ്ങളും ഒക്കെ ആദിവാസിയുടേതാണ്. എന്താണ് ഈ 41 ദിവസത്തിൻ്റെ പ്രത്യേകത? 41 ദിവസം ഒരു ചര്യ നമ്മൾ കൃത്യമായി 41 ദിവസം എടുക്കുമ്പോൾ റൗണ്ട് തികഞ്ഞ് അത് പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ആ ശീലം വരുന്നത് ശാസ്ത്രീയമായിട്ട് അവർക്ക് പൂർവികമായിട്ട് ദിവസങ്ങൾ പിടിച്ച് 7 ദിവസം അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർക്ക് വന്നിട്ട് ആ ബോധ്യമായിരിക്കാം. 48 എന്നുള്ള സങ്കല്പമാണ്. അതുകൊണ്ട് നമ്മൾ 41 ശരിയല്ല, കാരണം 48 എന്ന അഭിപ്രായമുള്ളവരുണ്ട്. 48 ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഈ ചന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്കറിയില്ല, അത്രത്തെ കാലം എനിക്കറിയില്ല. എന്തായാലും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കാം. പിന്നെ ഒന്ന് അനുഭവമായിരിക്കാം ആ ഒരു ക്രമം 41. പിന്നെ സ്വതവേ ഗുരുക്കന്മാരെ പറയുമ്പോഴും നമ്മൾ സ്വതവേ മലബാരത്തിലൊക്കെ ചൊല്ലി വിളിക്കുന്ന ദിവസം 41 ഗുരുക്കന്മാരെ വിളിക്കും. 21, 41 ഗുരുക്കന്മാരെ പോണ രീതിയുണ്ട്. അപ്പോൾ ആ സങ്കല്പത്തിൽ ഗുരുസങ്കല്പത്തിലും ആയിരിക്കാം,
41 വെച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും അത്രയും ദിവസം വ്രതമെടുത്ത് ഇവരിത് ചെയ്യുന്നത് കാണണം നമ്മൾ പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ എന്താണ് ശബരിമലയിൽ ആരാധന ആരുടേതാണ്. അല്ലാണ്ട് ഇവിടെ ആർക്കും മലയമ്മ വിളക്ക് തെളിയിക്കുന്ന അവകാശം ആർക്കുമില്ല. ഒരു സമ്പ്രദായങ്ങൾക്കില്ല മലയിൽ വിളക്ക് തെളിയിക്കുന്ന പാരമ്പര്യം. അത് ട്രൈബ്സിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ചില വിഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അതിന് തെളിവാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് അവിടുത്തെ ദൈവം, ശബരിമലത്തെ ദൈവം എന്താ വെച്ചാൽ എന്താ സംശയം? പക്ഷേ അത് അംഗീകരിക്കാൻ എപ്പോഴും അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹൈന്ദവ സംഘടനകളെ വിമർശിക്കുമ്പോൾ നമ്മളെന്താ ഒരു തെറ്റിയ പോലെ ഇരുന്നാണ്. അതുകൊണ്ടല്ല, ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കണം, ധർമ്മപക്ഷത്ത് നിൽക്കണം. ധർമ്മവാദികളാണെങ്കിൽ ധർമ്മം അവിടെ നിൽക്കുന്നത്, നീതി നിൽക്കുന്നത് ആദിവാസി പക്ഷത്താണ്. അവർ ഹിന്ദുക്കളല്ലേ. ഞാൻ അവസാനമായി കേട്ട വിശ്വാസയോഗ്യമെന്ന് എനിക്ക് തോന്നിയൊരു കഥയാണ് പന്തളം കൊട്ടാരത്തിലെ മോഹിനി തമ്പുരാട്ടിക്ക് ജയന്തനിലുണ്ടായ മകനാണ് അയ്യപ്പൻ. ആ അയ്യപ്പൻ ശബരിമലയിൽ ഉണ്ടായിരുന്ന ചാത്തൻ അല്ലെങ്കിൽ ശാസ്താസങ്കല്പത്തിൽ അല്ലെങ്കിൽ ദേവീ സങ്കല്പത്തിൽ, ഭദ്രകാളി സങ്കല്പത്തിൽ പൂജിച്ചിരുന്ന ക്ഷേത്രങ്ങൾ, ഉദയനാൽ കൊള്ളയടിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ വീണ്ടും പന്തളം കൊട്ടാരത്തിൻ്റെ സഹായത്തോടു കൂടി പുനർനിർമ്മിച്ച് അവിടെ അദ്ദേഹം കാര്യങ്ങൾ നോക്കി നിൽക്കുകയും പിന്നീട് അവിടെ അദ്ദേഹം ജീവസമാധിയായി എന്നൊരു കഥ. ഈ കഥ അംഗീകരിക്കാൻ സാധിക്കുമോ? അല്ല, അംഗീകരിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു മാറ്റത്തോടു കൂടി നമ്മൾ തന്നെ അബാക്കിൽ പെട്ടുള്ള കാര്യമാണ്. വെച്ചാൽ അവിടെ എന്താ വെച്ചാൽ കാട്ടിലെ പെൺകുട്ടിയും നാട്ടിലെ രാജകുമാരനുള്ള സങ്കല്പത്തിലാണ് നമ്മൾ പറഞ്ഞതെന്ന് മറിച്ച് അത് നമ്മൾ പറഞ്ഞതല്ല, നമുക്ക് മലയന്മാരിൽ നിന്ന് കിട്ടിയൊരു വേർഷൻ. എന്തായാലും നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ആത്യന്തികമായിട്ടൊരു കാര്യം ഉറപ്പല്ലേ, ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഫുള്ള് തെറ്റാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അങ്ങ് ഇപ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്തും എന്താ വെച്ചാൽ ഉണ്ടാവുക, അതിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന, വിമർശനമല്ല ആക്ഷേപം ഉണ്ടാവുക. സത്യത്തിൽ എന്ന് വെച്ചാൽ അവർ തിരിച്ചറിയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഭൂതനാഥോപാഖ്യാനൊക്കെ എടുത്ത് പൊക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല ഈ ശിവനും വിഷ്ണുവും തുടർ പുലർന്നിട്ടുണ്ടാക്കിയ കുട്ടിയൊക്കെ അത്ര അബദ്ധജടിലമായുള്ള കഥകളാണ്. എന്നാൽ സത്യമായി ചരിത്രപരമായിട്ട് അപ്പം അങ്ങ് പറയുമ്പോൾ കുറുപ്പന്മാർ പറഞ്ഞു എന്ന് പറയുമ്പോഴും അതും ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം നമ്മളാണ് ശരി മലയന്മാർ പറഞ്ഞ കാര്യം യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ് പറഞ്ഞത്. നമ്മളോട് പറഞ്ഞ ആൾക്കാർ അധികം പറഞ്ഞൊരു കാര്യമാണ് മണികണ്ഠനെ എന്താ വെച്ചാൽ ഇവർക്ക് അംഗീകരിക്കാൻ രാജാവ് കൊല്ലുകയാണ് ചെയ്തത് എന്നാണ് നമുക്ക്. അതാണ് ആ കഥയുടെ ചെറിയ മാറ്റം, അല്ലെങ്കിൽ കഥ എല്ലാ സംഭവത്തിലൊരു മാറ്റമുള്ളത്. ഇവർ പിന്നെ അത് പറയുന്നില്ല. ഇവർ ഓൾറെഡി പറയുന്നത് വെച്ചാൽ അമ്പലം കെട്ടാൻ സഹായിച്ചു. ഇത് അങ്ങനെയല്ല, ഇയാൾ ഉപദ്രവം തോന്നിയിട്ട് അധികാരം ഇയാൾക്ക് കൊടുക്കേണ്ടി വരും, രാജരാജനെ മാറ്റേണ്ടി വരും എന്ന് എഴുതിയിട്ട് ഇയാളെ വധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അയ്യപ്പനൊരു ബാധയായിട്ട് ഇവരെ പ്രതികാരം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് കർമ്മികളെ കൊണ്ട് അവിടെ എന്താ വെച്ചാൽ അയ്യപ്പൻ്റെ സമാധിയോടെ ഉറപ്പിച്ചു, ജീവസമാധി എന്ന് പറയുന്നത്. എന്നിട്ട് പ്രതിജ്ഞ ചെയ്തു വർഷത്തിലൊരിക്കൽ തിരുവാഭരണം ചാർത്തിയിട്ട് രാജാവായിട്ട് വാഴിക്കുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ എന്നാണ് എന്നോട് പറഞ്ഞ ആളുകൾ, അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയതല്ല. അല്ല, അവിടെയും കഥകളിൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ രണ്ട് കഥകൾ അംഗീകരിച്ചാൽ പോലും പന്തളത്തുനിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടു ചെല്ലുന്ന തിരുവാഭരണ പെട്ടിയിൽ കൊമ്പൻ മീശയോട് കൂടിയ മുഖമുള്ള തിടമ്പ് അവിടുന്ന് എഴുന്നള്ളിച്ച് മകരസംക്രാന്തി ഉത്സവത്തിന് എഴുന്നള്ളിച്ച് ശരംകുത്തിയിലേക്ക് എത്തുമ്പോൾ അവിടെ കാമുകി മാളികപ്പുറത്ത് കാത്തിരിക്കുന്നു, കന്യയ്യപ്പന്മാർ വന്നു, വിവാഹം നടക്കാത്തതിൽ സങ്കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന വളരെ വലിയൊരു അബദ്ധമുണ്ട് അവിടെ. അതൊക്കെ എന്താ ശരിക്കും ഇവരൊക്കെ ഉണ്ടാക്കിയ കഥയിലാണെന്ന്. കാരണം ഇവർ ഏതാണ് ഭൂതനാഥോപാഖ്യാനമാണ് എടുത്തു വെക്കുന്നെങ്കിൽ ഇതിൻ്റെ പ്രശ്നമുള്ളത് അവിടെയാണ് മോഹിനിയും ശിവനും ഒക്കെ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ് അയ്യപ്പന് ഈ പറഞ്ഞ പോലെ തന്നെ മഹിഷത്തെ കൊല്ലേണ്ടി വരും, വൈശീനെ കൊല്ലേണ്ടി വരും. സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ മറ്റേ മുനികുമാരി പേര് വരുന്നില്ല മനസ്സിൽ ഉണ്ടാവും, കല്യാണം കഴിക്കാം, യാചിക്കണം. ശബരിയല്ല പേര്. അപ്പം എന്തായാലും വിവാഹത്തിന് വേണ്ടിയിട്ട് യാചിക്കണം. ശബരി അവിടെ തപസ് ചെയ്ത അമ്മയാണ്. അതങ്ങനെയല്ല, മഹിഷമായി മാറിയിട്ടുള്ള ആ മുനികുമാരി എന്താ വെച്ചാൽ ശാപം കിട്ടിയിട്ടാണ്. ആ ശാപം കിട്ടിയിട്ട് ഇപ്പോൾ രാമൻ ശാപമോഷം കൊടുക്കുന്ന, അഹല്യയ്ക്ക് ശാപമോഷം കൊടുക്കുന്ന പോലെ ശാപമോഷം കൊടുക്കുമ്പോൾ ഈ രൂപമാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ കല്യാണം കഴിക്കണം എന്ന് പറയും. കല്യാണം കഴിക്കാൻ വരുമ്പോൾ അത് പറ്റില്ല, ഞാൻ ഈ ജന്മത്തിൽ ഈ അവതാരം എൻ്റെ ബ്രഹ്മചര്യ അവതാരമാണ്, അതുകൊണ്ട് എനിക്ക് സാധ്യമല്ല, അപ്പുറത്തിരുന്നോളൂ, കന്യയ്യപ്പൻ കയറിയില്ലെങ്കിൽ അന്ന് ഞാൻ കല്യാണം കഴിക്കാം. ആ കഥ ഇവരുടെ ഈ ഭൂതനാഭൂതാപിക്കാനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളതാണ്. എന്നിട്ട് ഈ കന്യയ്യപ്പന്മാർ ചെന്നിട്ട് അവിടെ പ്രാർത്ഥിക്കുക, അമ്മയെ രക്ഷിക്കണേ. അപ്പോൾ അതൊക്കെ ഇവരുണ്ടാക്കിയ കഥയാണ്. അതായത് ശബരിമലയിൽ വ്യക്തമായ ഒരു കാര്യവുമില്ല, പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതൊക്കെ ഈ അബദ്ധങ്ങളാണ്. പക്ഷെ അവിടെ ശക്തിയില്ലെന്ന് പറയാൻ പറ്റുമോ? ശക്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പോകണം ഇപ്പോഴത്തെ ലെവലിൽ അവിടുത്തെ ശക്തി എന്നാൽ ശ്രീകോവിലല്ല. അവിടുത്തെ ശക്തി മണിമണ്ഡപത്തിലിരിക്കുന്ന ആ വീരപുരുഷൻ്റെതായിരിക്കുന്ന ആ ഒരു ചൈതന്യവും നമ്മൾക്ക് പ്രേതാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ആ പ്രേതം തന്നെ പറയാം, ആ പ്രേതത്തിൻ്റെതായിരിക്കുന്ന ആ ചൈതന്യവും മലദൈവങ്ങളുടെ ചൈതന്യവും മാത്രമാണ്. അല്ലാണ്ട് ഇവിടുത്തെ ഈ പറഞ്ഞ തന്ത്രിമാരോ പൂജാരിമാരോ ഒന്നും പൂജിക്കുന്ന അവിടുത്തെ അതിനൊന്നും ചൈതന്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ശബരിമലയിൽ കാവലിരിക്കുന്ന കറുപ്പസ്വാമിയും കടുത്തസ്വാമി ആരൊക്കെയാണ്? അതെന്താ വെച്ചാൽ ഈ പറഞ്ഞ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സഹായിക്കാൻ ഉണ്ടായിരുന്ന കയ്യാളുകളാണെന്നാണ്. ഈ കറുപ്പസ്വാമിയാണ് തമിഴ്നാട്ടിലെ കറുപ്പസ്വാമി,
ശബരിമലയ്ക്ക് കാവൽക്കാരാ കറുപ്പസ്വാമി. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ മലദൈവങ്ങളുടെ ഭാഗമായിട്ട് ഈ കറുപ്പനും ഈ കടുത്തിയും ഇങ്ങനത്തെയുള്ള സങ്കല്പങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. ഞാനൊരു തമിഴ്നാട്ടിലൊരു കുറേ ദിവസത്തെ ഷൂട്ടിന്റെ ആവശ്യമായിട്ട് യാത്ര പോയപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറി കണ്ടു. ഇന്ത്യൻ റെയിൽവേ എഞ്ചിൻ കൊണ്ടുവന്ന് പൂജ ചെയ്യുന്നൊരു ക്ഷേത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ, ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിൻ എങ്ങനെ ഇവിടെ ലോറി കയറ്റി കൊണ്ടുവരുമോ? അപ്പം ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി. ഞാൻ ചെന്ന ദിവസം 36 ആടിനെയാണ് അവിടെ വെട്ടിയത്. ഞാൻ ചിലപ്പോൾ അത് കഴിഞ്ഞു, അപ്പോൾ അവർ കഴിക്കാൻ വിളിച്ചു. ഈ വെട്ടിയത് അവിടെ തന്നെ പാചകം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആട് കഴിഞ്ഞു, കോഴി അവസാനം ഫുഡില്ലാത്തതുകൊണ്ട് വെട്ടി ഫുഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത്, കുഴപ്പമില്ല. അപ്പോൾ ഈ അവിടുത്തെ പൂജാരി ഈ വെട്ടെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റെസ്റ്റ്, ഞാൻ കുറേ നേരം പോയിരുന്നു, സംസാരിച്ച് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഞാൻ പുതിയ വണ്ടി എടുത്ത സമയമാണ്. അപ്പോൾ ആര് വണ്ടി എടുത്താലും അവിടെ ചെന്ന് അത് പൂജിച്ചിട്ടേ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി ഉച്ച സമയമാണ്, അവർക്ക് എന്ത് ഉച്ച, നമുക്കാണല്ലോ ഉച്ചയൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞു പുള്ളി വന്ന് വളരെ ഭക്തിയോടുകൂടി എനിക്ക് വണ്ടിയൊക്കെ പൂജിച്ചു തന്നു. ഞാൻ കഥ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ശബരിമലയിലിരിക്കുന്ന ശാസ്താവ് അതും ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. ശബരിമലയിൽ നിന്നുള്ള യാത്രാമധ്യേ ആരോ എങ്ങനെയോ ഉപേക്ഷിക്കപ്പെട്ട ഒരു വിഗ്രഹം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ ആദ്യം ബ്രിട്ടീഷുകാരുടെ കാലത്ത് റെയിൽ വെട്ടിയപ്പോൾ അവിടെ റെയിൽ ട്രാക്ക് ഇട്ടു. ആദ്യമായിട്ട് അതിലെ ഓടി വന്ന എഞ്ചിൻ അവിടെ വന്ന് നിന്നുപോയി കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല. അവിടെ ഈ എഞ്ചിൻ അനങ്ങുന്നില്ല. എഞ്ചിനീയർമാർ വന്നു അനങ്ങുന്നില്ല. അവസാനം ഏതോ ഒരു പൂജാരി വന്നിട്ട് ഈ വിഗ്രഹം കാണുകയും ഈ വിഗ്രഹം എടുത്ത് അവിടെ വെച്ച് അതിന് പൂജ ചെയ്ത് ബലി കൊടുക്കുകയും ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടി സ്റ്റാർട്ടായി. അതിനുശേഷം വർഷത്തിലൊരിക്കൽ ഒഫീഷ്യലി ആണോ അൺഒഫീഷ്യലി ആയിരിക്കും, ഇന്ത്യൻ റെയിൽവേ ഒരു ദിവസത്തെ പൂജ കൊണ്ട് നടത്തുന്നുണ്ട്. ക്രാവട്ട് ഒരു ദിവസം നടത്തുന്നുണ്ട്. അപ്പോൾ അവർ ശബരിമലയുമായി കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ കേട്ട മറ്റേ കഥയുണ്ട്. ആ കഥയിൽ തമിഴ്നാടും കേരളവും ഒക്കെ പരുത്തി വ്യാപാരം നടത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ശബരിമലയിൽ. വലിയ വണിക കേന്ദ്രമായിരുന്നു. അപ്പം കണക്ട് ചെയ്യുമ്പോൾ ഭൂമിശാസ്ത്രപരമായത് കണക്ട് ആവുന്നുണ്ട്. ഈ കഥകൾക്കൊക്കെ ഒരുപാട് അതാ പറഞ്ഞ ആ കഥകൾക്കൊക്കെ ഒരു ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ മറ്റുള്ള കഥകൾക്ക് ഒരു ചർച്ച ഉണ്ടാവില്ല. ആ ചർച്ചയില്ലാത്ത കഥകളാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്.